വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് മുതൽ ഈ മാസം 29 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. രാവിലെ 11 മുതൽ 3 വരെയാണ് പത്രികകൾ സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പിന് 24 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 24 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നത്. രാവിലെ 11-ന് വിജ്ഞാപനം ഇറങ്ങുന്നതിനൊപ്പം നാമനിർദ്ദേശ പത്രികകളും സ്വീകരിച്ചു തുടങ്ങും. ഏപ്രിൽ 29-ന് 3 മണിവരെ പത്രികകൾ സമർപ്പിക്കാം. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ 3 മണിവരെയാണ് പത്രികകൾ സ്വീകരിക്കുക. അതത് മണ്ഡലങ്ങളിലെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ ആണ് പത്രികകൾ സമർപ്പിക്കേണ്ടത്. ഏപ്രിൽ 30-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. മെയ് 2-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. തുടർന്ന് മെയ് 16-ന് തെരഞ്ഞെടുപ്പും 19-ന് ഫലപ്രഖ്യാപനവും നടക്കും. മെയ് 21-ഓടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാവും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിനൊപ്പം മുന്നണികൾ രണ്ടാം ഘട്ട പ്രചരണവും തുടങ്ങുകയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ LDF പ്രചരണ രംഗത്ത് മേൽക്കൈ നേടിയിട്ടുണ്ട്. പ്രധാന നേതാക്കളെ രംഗത്തിറക്കി UDF-ഉം കേന്ദ്ര നേതാക്കളുമായി BJP-യും പ്രചരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിൽ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം തടയാനാകില്ലെന്ന നിലപാട് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനാ പ്രകാരം സ്ത്രീ പ്രവേശിക്കാമെന്ന അമിക്കസ് ക്യൂറികളിൽ ഒരാളായ രാജു രാമചന്ദ്രന്റെ നിലപാട് കേട്ട ശേഷമായിരുന്നു കോടതി പരാമർശം. ലിംഗസമത്വം ഭരണഘടനാ വ്യവസ്ഥയാണെന്നും ഒരു മതത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി അത് തകർക്കാനാകില്ലെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര, വി ഗോപാലഗൌഡ, കുര്യൻ ജോസഫ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് ഹർജി നൽകിയത്. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. ഭരണഘടനയുടെ 356-ാം അനുച്ഛേദപ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിൽ തെറ്റില്ലെന്നും ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകുന്നത്. 9 വിമത MLA-മാർക്ക് വിശ്വാസ വോട്ടിൽ പങ്കെടുക്കാൻ അർഹതയില്ലെന്ന കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാർ അപ്പീലിൽ ആവശ്യപ്പെടും. ഇന്നലെ രാത്രി വൈകിയും ദില്ലിയിൽ ചേർന്ന BJP ഉന്നതതല യോഗത്തിനു ശേഷമാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അടിയന്തരമായി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകുന്നത്. ഉത്തരാഖണ്ഡിൽ അടിയന്തര രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഭരണ പ്രതിസന്ധി ഉണ്ടായതിനാലാണെന്നും ക്രമസമാധാന നില തകർന്നതിനാലാണെന്നും സുപ്രീം കോടതിയിൽ അറിയിക്കാനാണ് സർക്കാർ തീരുമാനം. ഭരണഘടനയുടെ 356-ാം അനുച്ഛേദം അനുസരിച്ചുള്ള ഈ നടപടിയിൽ തെറ്റില്ലെന്നും ഹർജിയിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയേക്കും. ഈ മാസം 29-ന് നടക്കുന്ന വോട്ടെടുപ്പിൽ ഹൈക്കോടതി വിധി പ്രകാരം കൂറുമാറിയ 9 വിമത MLA-മാർക്കും പങ്കെടുക്കാൻ അനുമതിയില്ല. അതിനാൽ സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയോടെ ഹരീഷ് റാവത്തിന് വിശ്വാസ വോട്ട് തെളിയിക്കാനാകും. അതിനാൽ വിമത MLA-മാരെ വോട്ടെടുപ്പിൽ നിന്ന് വിലക്കിയ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കേന്ദ്ര സർക്കാരിന് വേണ്ടിയും മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, മനു അഭിഷേക് സിൻവി എന്നിവർ കോൺഗ്രസിന് വേണ്ടിയും ഹാജരാകും. ഹിമാചൽ പ്രദേശിലെയും മണിപ്പൂരിലെയും കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിക്കാൻ നീക്കം നടത്തുന്ന BJP-ക്ക് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധി വിനയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലാല യൂസഫ്സായിയെ പ്രകീർത്തിച്ച് കവിത എഴുതിയതിന് കവിക്ക് ഊമക്കത്തിലൂടെ വധഭീഷണി. കൊല്ലം ചവറ സ്വദേശി KS ജയപ്രകാശിനെയാണ് ഭീഷണിപ്പെടുത്തിയത്. ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫ്ലെയിംസ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന പേരിൽ KS ജയപ്രകാശിന്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിൽ മലാല യൂസഫ്സായിയുടെ പോരാട്ടത്തെ അഭിനന്ദിച്ചെഴുതിയ കവിത കഴിഞ്ഞ 5-ാം തീയതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് പോസ്റ്റ് കവറിൽ ഇംഗ്ലീഷിൽ DTPയിൽ തയ്യാറാക്കിയ ഭീഷണിക്കത്ത് ലഭിച്ചത്. മലാല വെടിയുണ്ടയിൽ നിന്ന് താൽക്കാലികമായാണ് രക്ഷപ്പെട്ടതെന്നും വെടിയുണ്ട തോൽക്കില്ലെന്നും മലാലയുടെ സ്ഥിതി കവിക്കുമുണ്ടാകുമെന്ന് കത്ത് മുന്നറിയിപ്പ് നൽകുന്നു. മലാല യൂസഫ്സായിയെ സപ്പോർട്ട് ചെയ്താൽ, പാകിസ്ഥാനെയും താലിബാനെയും വിമർശിച്ചാൽ, അധിക്ഷേപിച്ചാൽ മലാലയ്ക്കുണ്ടായ അതേ അനുഭവം താങ്കൾക്കും ഉണ്ടാകും. മലാല രക്ഷപ്പെട്ടു, പക്ഷെ താങ്കൾ രക്ഷപ്പെടില്ല എന്നുകൂടി അത് ചേർത്തിട്ടുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ മലാലയെക്കുറിച്ച് എഴുതുമ്പോൾ താലിബാനെയും തീവ്രവാദത്തെയും പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെയും കുറ്റപ്പെടുത്താനുള്ള അവകാശം തനിക്കുണ്ടെന്ന് KS ജയപ്രകാശ് ചൂണ്ടിക്കാട്ടി. എനിക്ക് തോന്നുന്നത് ഈ നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാളാണ് മലാല യൂസഫ്സായി. വിദ്യാഭ്യാസത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി അവൾ സമരം ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വത്തിൻ്റെ വക്കിലെത്തി. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് പ്രൈസ് ചെയ്തൊരു കവിത എഴുതുക എന്ന് പറയുന്നത് അപരാധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താലിബാനെ നമ്മൾ വിമർശിക്കും, ടെററിസം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെ വിമർശിക്കും.
കഥാപ്രസംഗത്തിനും നാടകത്തിനും തൂലിക ചലിപ്പിച്ചിട്ടുള്ള KS ജയപ്രകാശ് കൊല്ലം ചവറ പോലീസിൽ പരാതി നൽകി. കത്ത് എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചവറ പോലീസ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഏറ്റവും അവസാനത്തെ വെല്ലുവിളിയാണ് KS ജയപ്രകാശിനെതിരെയുള്ള വധഭീഷണി. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പെരുമ്പാവൂർ ഡിവൈഎസ്പി ആയിരുന്ന കെ ഹരികൃഷ്ണനെ സോളാർ കമ്മീഷൻ ഇന്ന് വീണ്ടും വിസ്തരിക്കും. ഇന്നലെ വിസ്താരത്തിനിടെ ഹരികൃഷ്ണൻ കമ്മീഷന്റെ വിമർശനത്തിന് വിധേയനായിരുന്നു. സരിത എസ് നായരെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച പ്രത്യേക താൽപര്യം എന്തുകൊണ്ട് തെളിവ് ശേഖരിക്കുന്നതിൽ ഉണ്ടായില്ലെന്ന് കമ്മീഷൻ ചോദിച്ചു. ദേഹപരിശോധനയ്ക്കിടെ 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതിനൊപ്പം വീടും ഓഫീസും റെയ്ഡ് ചെയ്യാതിരുന്നത് പോലീസിന്റെ വീഴ്ചയാണെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തിയിരുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊല്ലം കളക്ടറേറ്റിൽ നിന്ന് പിടിച്ചെടുത്ത CCTV ഹാർഡ് ഡിസ്കിൽ ദൃശ്യങ്ങളില്ല. കളക്ടറേറ്റിൽ 16 ക്യാമറകളിൽ 6 എണ്ണം പ്രവർത്തനരഹിതമാണ്. കൂടുതൽ പരിശോധനകൾക്ക് ഹാർഡ് ഡിസ്ക് ഹൈടെക് സെല്ലിലേക്ക് അയക്കും. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളെ ചൊല്ലിയുള്ള വിവാദം വലിയ തോതിൽ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും ഒടുവിൽ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ കളക്ടറേറ്റിൽ, അതായത് സർക്കാർ ഓഫീസുകൾ അടച്ച ശേഷം മറ്റാരും അറിയരുത് എന്ന് കണക്കൂട്ടൽ ആ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പരിശോധന നടത്തി ഹാർഡ് ഡിസ്കുകളൊക്കെ ശേഖരിച്ചത്. പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം കോപ്പി ചെയ്തതിനു ശേഷം മടക്കി നൽകി എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും ശരി തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ ഡീകോഡ് ചെയ്യാവൂ എന്നുള്ള നിയമപരമായി ഇത് നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഈ കളക്ടറേറ്റിന് പരിസരത്തുള്ള ചെറിയ വാതിലുകൾക്കൊപ്പമുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റുള്ള പ്രധാനപ്പെട്ട ചേംബറിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷന്റെ വീഴ്ച കണ്ടെത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഫേസ്ബുക്കിന്റെ $10,000 സമ്മാനം ലഭിച്ചു. കൊല്ലം ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജിലെ 6ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അരുൺ S. കുമാറാണ് സമ്മാനത്തിന് അർഹനായത്. പിണറായി വിജയൻ അരുണിനെ ആദരിച്ചു. ഫേസ്ബുക്കിന്റെ ഫുൾ അക്കൗണ്ട് ടേക്ക് ഓവർ എന്ന ബഗ്ഗാണ് അരുൺ കണ്ടുപിടിച്ചത്. ആർക്കു വേണമെങ്കിലും മറ്റുള്ളവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കയറാമെന്നത് ഫേസ്ബുക്കിന്റെ പ്രധാന വീഴ്ചയായി അരുൺ കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ പ്രതിഫലമായാണ് സമ്മാനത്തുക ലഭിച്ചത്. ബഗ് കണ്ടുപിടിച്ചും ഇതിനു മുമ്പ് 5 തവണ ഫേസ്ബുക്കിൽ നിന്ന് അരുൺ സമ്മാനം നേടിയിട്ടുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്ക് എല്ലാ സാധാരണക്കാരും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. അപ്പോൾ അവരവരെ പോസ്റ്റുകൾ എല്ലാം ഷെയർ ചെയ്യാനാണ് സാധാരണ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ, കോൺടാക്ട് ചെയ്യാനൊക്കെയാണ് സാധാരണക്കാർ ഇത് യൂസ് ചെയ്യുന്നത്. അവരെ അക്കൗണ്ടിൽ ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓപ്പണായി കിടക്കുക എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടിൽ കയറി നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അങ്ങനെ ഫേസ്ബുക്കിൻ്റെ എല്ലാ ഫങ്ഷൻസും നമുക്ക് ഒരാൾ അക്കൗണ്ടിൽ കയറി ഹാക്ക് ചെയ്തെടുത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ എനിക്ക് റിപ്ലൈ തരികയും ഫിക്സ് ചെയ്യുകയും ചെയ്തു. അത് ഏറ്റവും ഒരു സിവിയർ ആയിട്ടുള്ള ബഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് അവർ റിവാർഡ് ചെയ്തത്. കൊല്ലം ഇരവിപുരം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വെച്ച് പിണറായി വിജയൻ അരുണിനെ ആദരിച്ചു. ലോകത്തിലെ ഫേസ്ബുക്ക് സംവിധാനത്തിലുണ്ടാകുന്ന ഒരു തകരാറിലേക്ക് എത്തി. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം അവരുടെ അടുത്ത് വെക്കുന്നു. അവർക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്നു. നമുക്ക് ആ പ്രതിഭയെ ആദരിക്കാം. ഇതുപോലുള്ള പ്രതിഭകൾക്ക് നമ്മളിവിടെ അവസരമൊരുക്കണമെന്നാണ് LDF നേരത്തെ പറഞ്ഞു വെച്ചത്. ചെറക്കര പഞ്ചായത്തിലെ UD ക്ലാർക്ക് സുരേഷ് കുമാറിന്റെയും നാഗലക്ഷ്മിയുടെയും മകനാണ് അരുൺ. നവമാധ്യമങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്ന ഫേസ്ബുക്ക് ഉടമ മാർക്ക് സുഖബർഗിന്റെ അക്കൗണ്ട് പോലും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് കൊല്ലം മുണ്ടക്കൽ സ്വദേശി അരുൺ തെളിയിച്ചിരിക്കുകയാണ്. അരുണിനൊപ്പം ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കൊല്ലത്ത് നിന്ന് രാജ്കുമാർ. കാസർഗോഡ് ആസ്ഥാനമായുള്ള കേരള കേന്ദ്ര സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ S. ഗോപിനാഥിനെതിരായ സാമ്പത്തിക കുറ്റത്തിന് വീണ്ടും CBI കേസ് രജിസ്റ്റർ ചെയ്തു. കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്തതിൽ 1 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഗോപിനാഥിനെയും കെട്ടിടമുടമ ഇബ്രാഹിം കുഞ്ഞിനുമെതിരെയാണ് കേസ്. സുരക്ഷാ ജീവനക്കാരുടെ നിയമനം കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലും പ്രതിയാണ് ഇപ്പോൾ സസ്പെൻഷനിലുള്ള S. ഗോപിനാഥ്. UPA സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനം തുടങ്ങിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഉദ്യോഗസ്ഥനായി എത്തിയ S. ഗോപിനാഥിന്റെ നിയമന നടപടിക്രമം തന്നെ വിവാദമായിരുന്നു. പിന്നീട് ജോയിന്റ് രജിസ്ട്രാറായി സ്ഥാനക്കയറ്റം നേടിയ S. ഗോപിനാഥ് രജിസ്ട്രാറുടെ അഭാവം കാരണം ആ ചുമതലയും വഹിച്ചു വരികയായിരുന്നു. ഭരണവിഭാഗം മേധാവി എന്ന നിലയിൽ
എസ് ഗോപിനാഥ് കൈക്കൊണ്ട പല തീരുമാനങ്ങളും പിന്നീട് വിവാദമായി. സർവകലാശാല സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനം കരാർ വ്യവസ്ഥയിൽ സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ എസ് ഗോപിനാഥ്, ഫിനാൻസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജീവ്, ഏജൻസി ഉടമ രാജേന്ദ്രൻ എന്നിവർക്കെതിരെ CBI നേരത്തെ കേസെടുത്തിരുന്നു. തുടർന്ന് എസ് ഗോപിനാഥ് സസ്പെൻഷനിലായി. കേന്ദ്ര സർവകലാശാലയുടെ പടന്നക്കാട്ടെ സയൻസ് ക്യാമ്പസിനു വേണ്ടി വാടകയ്ക്കെടുത്ത 68,000 ചതുരശ്രയടി കെട്ടിടത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കേസ്. 58,000 ചതുരശ്രയടി വിസ്തീർണം മാത്രമുള്ള കെട്ടിടത്തിന് 68,000 ചതുരശ്രയടി വിസ്തീർണം കണക്കാക്കി അധിക വാടക നൽകിയെന്നാണ് കേസ്. ഇതുമൂലം 1 കോടിയിലേറെ രൂപയാണ് സർവകലാശാലയ്ക്ക് നഷ്ടമായത്. പുതുതായി ചുമതലയേറ്റ സർവകലാശാല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കെട്ടിടുടമ പടന്നക്കാട്ടെ ഇബ്രാഹിം കുഞ്ഞിനെ കേസിൽ പ്രതിയേർത്തിട്ടുണ്ട്. പീപ്പിൾ TV നേരത്തെ ഈ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃപ്പൂണിത്തുറയിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി സെൽഫി തരംഗം. മണ്ഡലത്തിനകത്തും പുറത്തുനിന്നും എന്നുവേണ്ട വിദേശങ്ങളിൽ നിന്നും സ്വരാജിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രായഭേദമില്ലാതെ അഭ്യുതകാംക്ഷികൾ. ടീം സ്വരാജ് തുടക്കമിട്ട ഈ വ്യത്യസ്ത പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു. സ്ത്രീകൾ, യുവതിയുവാക്കൾ, കുട്ടികൾ, വൃദ്ധർ. തൃപ്പൂണിത്തുറയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിന് വോട്ട് ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സെൽഫി വീഡിയോകളാണ് സെൽഫി ഫോർ സ്വരാജ് എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രായഭേദമന്യേ ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയ, കലാസാഹിത്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഇവരിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സ്വരാജ് ചേട്ടൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കണം എന്നുള്ളത്, സ്വരാജ് മാമൻ ജയിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യവുമാണ്. ചങ്ക് ബ്രോസിന്റെ കൊടും ഫ്രീക്കൻ സെൽഫികളുമുണ്ട് കൂട്ടത്തിൽ. ഞങ്ങൾ പൊന്നാനിക്കടുത്തുള്ള കാഞ്ഞിരമുക്കിലെ ഗോൾസ്റ്റാർ മെമ്പേഴ്സാണ്. ഈ കാണുന്നവരെല്ലാവരും ഞങ്ങളുടെ പ്രിയങ്കരനായ സ്വരാജ് ചേട്ടൻ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നുണ്ട്. സ്വരാജ് ചേട്ടന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ പൊളിക്കൂ ബ്രോ. മണ്ഡലത്തിലെ തന്റെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലായിരുന്നു M സ്വരാജ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന സെൽഫി വോട്ടഭ്യർത്ഥനയെപ്പറ്റി സ്ഥാനാർത്ഥിയോട് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് കളങ്കിതൻ ആരാണെന്ന് ചോദിച്ചാൽ അവരതിന് മറുപടി പറയും. വളർന്നു വരുന്ന തലമുറയുടെ ഒരു രാഷ്ട്രീയ അവബോധത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ട് ഫോർ സ്വരാജ് എന്ന ഫേസ്ബുക്ക് പേജിൽ സെൽഫി കൊണ്ട് നിറഞ്ഞതിനാലാണ് സെൽഫി ഫോർ സ്വരാജ് എന്ന പുതിയ പേജ് സ്വരാജിന്റെ ഹൈടെക് പ്രചരണ ടീമായ ടീം സ്വരാജ് തുടങ്ങിയത്. തൃപ്പൂണിത്തുറയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിന് വേണ്ടി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ് സെൽഫി വോട്ടഭ്യർത്ഥനകൾ എത്തുന്നത്. തരംഗമാകുന്ന സെൽഫി വോട്ടഭ്യർത്ഥനകൾക്കും സ്ഥാനാർത്ഥി M സ്വരാജിനും ദൃശ്യങ്ങൾ പകർത്തിയ രഞ്ജിത്ത് രാജകുമാരിക്കുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ഓരോ ദിവസവും മത്സരം മുറുകുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നേറുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകൾ സന്ദർശിച്ച കടകംപള്ളി രണ്ടാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് വോട്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ. കഴക്കൂട്ടത്തിന്റെ ഹൃദയം കവരാനുള്ള പോരാട്ടത്തിൽ ശക്തമായ മത്സരമാണ് 3 മുന്നണികളും മണ്ഡലത്തിൽ നേരിടുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി നേരത്തെ തന്നെ LDF സജീവമായിരുന്നു. ആദ്യഘട്ടത്തിൽ വീട് സന്ദർശനം, കവലകൾ തോറുമുള്ള സന്ദർശനം എന്നിവ പൂർത്തിയാക്കിയ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാം ഘട്ടവുമായി മുന്നേറുകയാണിപ്പോൾ. തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് കടകംപള്ളി. നല്ല പ്രതികരണമാണ് കഴിഞ്ഞ 10-14 ദിവസക്കാലത്തെ എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറച്ച തീരുമാനമെടുത്തു എന്ന് ബോധ്യമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ മണ്ഡലത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ബൂത്തുകൾ തോറും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് വോട്ടുറപ്പിക്കുകയാണ് LDF സാരഥി. ഹരിത പ്രചാരണത്തിന്റെ ഭാഗമായി ഓരോ ബൂത്തിലും ഓരോ വൃക്ഷത്തൈയും കടകംപള്ളി നടുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തവും പ്രകൃതി സംരക്ഷണ മാർഗങ്ങളിലൂടെയുമുള്ള പ്രചാരണം ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. സർക്കാരിന്റെ അഴിമതിയും ഇവിടെ LDFന്റെ പ്രചരണായുധമാണ്. അതേസമയം കഴിഞ്ഞ 5 വർഷത്തെ വികസനം പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി MA വാഹിദ് വീണ്ടും ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. മണ്ഡലത്തിൽ താമര വിരിയിക്കാനായി മുൻ അധ്യക്ഷൻ V മുരളീധരനും ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. എന്നാൽ ഈ മാസത്തോടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി മൂന്നാം ഘട്ട പ്രചരണം ആരംഭിക്കാനൊരുങ്ങുകയാണ് LDF സാരഥി. വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് മാർഗങ്ങളിലൂടെ ഇതിനോടകം തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ ശ്രദ്ധേയമായി കഴിഞ്ഞു. പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതിലൂടെ വോട്ടർമാരുടെ മനസ്സുകളിലും അദ്ദേഹം ഇതിനോടകം തന്നെ സുപരിചിതനായി കഴിഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം S ഷീജ.